നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വദേശിവത്കരണ നടപടികൾ കടുപ്പിക്കുകയാണ് സൗദി അറേബ്യ. പ്രവാസികളെ വെട്ടിലാക്കി തുടർ നടപടികൾ കൂടുതൽ ശക്തമാക്കി അധികൃതർ രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. സ്വദേശിവത്കരണ നിബന്ധനകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ കർശന പരിശോധനയുമായി പ്രത്യേക കമ്മിറ്റി തന്നെ രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ വ്യാപക പരിശോധനയാണ് സൗദിയിൽ നടത്തിയത്. 111 സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം അധികൃതർ നേരിട്ടെത്തി പരിശോധിച്ചു. നജ്റാനിലെ ഷോപ്പിംഗ് മാളുകൾക്കകത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലാണ് പ്രവിശ്യയിൽ സ്വദേശിവത്കരണം ഉറപ്പാക്കുന്നതിനുള്ള പ്രത്യേക കമ്മിറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയത്. ഓരോ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന സ്വദേശികളുടെയും വിദേശികളുടെയും വിവരങ്ങളാണ് ഇവർ ശേഖരിച്ചത്. ഇവിടങ്ങളിൽ സ്വദേശികൾക്ക് ലഭ്യമായിട്ടുള്ള ചില തസ്തികകളും പരിശോധനകൾക്കിടെ നിർണയിച്ചു. ഈ തസ്തികയിൽ സ്വദേശികളായ ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ സൗദിയിൽ സ്വദേശിവത്കരണ നടപടികൾ ഊർജിതമാക്കുന്നതിനിടെ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞിരിക്കുകയാണ്. അടിയന്തരമായി വിളിച്ചു ചേർത്ത മന്ത്രിസഭാ യോഗത്തിലാണ് തൊഴിലില്ലായ്മ നിരക്കിൽ കുറവ് വന്നതായി സൗദി സർക്കാർ വിലയിരുത്തിയത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അധ്യക്ഷത വഹിച്ച മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തത്. ഈ വർഷം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ 8.8% കുറവ് വന്നതായി കണക്കുകൾ ചൂണ്ടിക്കാണിച്ച് സൗദി മന്ത്രിസഭ വിലയിരുത്തി. 2022 അവസാനത്തിൽ തൊഴിലില്ലായ്മ നിരക്ക് 9.9% മന്ത്രിസഭ വിശദീകരിച്ചു. ചുരുങ്ങിയ കാലയളവിലാണ് തൊഴിലില്ലായ്മ നിരക്കിൽ കുറവ് രേഖപ്പെടുത്തിയത്. അതേസമയം 2 മേഖലകളിൽ കൂടി സ്വദേശിവത്കരണം കൊണ്ടുവരുന്നതിനുള്ള ഉറച്ച തീരുമാനത്തിലാണ് സൗദി. സെയിൽസ്, പർച്ചേസിംഗ് തുടങ്ങി വിവിധ മേഖലകളിലെ നിരവധി തൊഴിലുകളാണ് സ്വദേശിവത്കരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മാനവശേഷി വികസന മന്ത്രാലയം അറിയിച്ചത്. പ്രോജക്ട് മാനേജ്മെന്റ് തൊഴിലുകൾ, പർച്ചേസിംഗ്, സെയിൽസ്, കാർഗോ സർവീസ്, ലേഡീസ് ടൈലറിംഗ്, ഡെക്കറേഷൻ വർക്കുകൾ തുടങ്ങിയ മേഖലകളിൽ എല്ലാം സ്വദേശിവത്കരണം കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3 അതിൽ കൂടുതലോ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ 50% പർച്ചേസിംഗ് തൊഴിലുകൾ സ്വദേശിവത്കരിക്കും. 5 അതിൽ കൂടുതലോ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ 15% സെയിൽസ് ജോലികളും സ്വദേശിവത്കരിക്കുന്നതാണ്. പർച്ചേസ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, കോൺടാക്ട് മാനേജർ, ട്രേഡ്മാർക്ക്, ടെൻഡർ എക്സിക്യൂട്ടീവ്, കസ്റ്റമർ മാനേജർ, സെയിൽസ് മാനേജർ, ഫോട്ടോസ്റ്റാറ്റ് ഉപകരണങ്ങളുടെ സെയിൽസ്, മൊത്ത ചില്ലറ വിൽപ്പന മാനേജർമാർ, സെയിൽസ് കൊമേഴ്ഷ്യൽ സ്പെഷ്യലിസ്റ്റുകൾ തുടങ്ങിയ ജോലികളും സ്വദേശിവത്കരണത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സൗദി മാനവശേഷി വികസന മന്ത്രാലയം. സൗദി ട്രാൻസ്പോർട്ട് വകുപ്പുമായി സഹകരിച്ച് കാർഗോ മേഖലയിൽ 14 തൊഴിലുകളാണ് ഇപ്പോൾ സ്വദേശിവത്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ലേഡീസ് ടൈലറിംഗ്, ഡെക്കറേഷൻ മേഖലകളിലെ മാനേജ്മെന്റ് തൊഴിലുകളെല്ലാം പൂർണ്ണമായും സ്വദേശിവത്കരണം നടത്താനാണ് തീരുമാനം. പരസ്യം, മെഡിക്കൽ എക്യുപ്മെന്റ് മേഖലയിലെ സെയിൽസ് മേഖലയിൽ 80%, ആർട്ട് ആൻഡ് എഞ്ചിനീയറിംഗിൽ 50% സ്വദേശിവത്കരണവും നടപ്പാക്കാനും സൗദി തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.